ഞാൻ എന്തിനാ കരയണേന്നാണോ? ഓഫ്, അടുപ്പത്തൊരു ചിക്കൻ റോസ്റ്റ് വെച്ചതാ. കരഞ്ഞു പോയി ഗൈസ്. പക്ഷേ ഒന്നും പറയാനും പറ്റില്ല, എൻ്റെ ഐഡിയ ആയി പോയല്ലോ. ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ അടുപ്പത്ത് ഒരു ചിക്കൻ റോസ്റ്റ് വയ്ക്കാൻ പോവാണ്. ചിക്കൻ അടുത്തവിടെ പൂച്ചയൊക്കെ പ്രാന്തൊടിച്ച് ഓടുന്നുണ്ടോ? യെസ്, നമ്മളിതേ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം ഡാഡിയാണ് ഹെഡ് ഷെഫ്, ഞാനും അമ്മയൊക്കെ അസിസ്റ്റൻസ് ആയിരിക്കും. അച്ഛൻ പുറത്തായിരുന്നുകൊണ്ട് അച്ഛന് ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ഭയങ്കര ശീലമാണ്, ഇഷ്ടമാണ് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അച്ഛൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, പേടിച്ചിട്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് വന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഇതൊരു കുക്കിംഗ് വീഡിയോ എസ് എച്ച് അല്ലാത്തതുകൊണ്ട് ഡോണ്ട് എക്സ്പെക്ട് മീ ടു സേ ഇത്ര സ്പൂൺ ഓഫ് ഇത്, ഇത്ര സ്പൂൺ ഓഫ് അത്. ഐ ജസ്റ്റ് ഷോ ദ ഇൻഗ്രീഡിയൻസ്. അളവൊക്കെ ഇറ്റ്സ് അപ് ടു ഓരോരുത്തർ. സോഫാർ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു, ഇതായപ്പോൾ മുളക് പൊടി ഇട്ടുന്നു, പിന്നെ ചിക്കൻ മസാല, ഗരം മസാല, ഇതൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ എനിക്ക് അളവ് എങ്ങനെ പറയാൻ പറ്റും? ദാറ്റ് വാസ് കുരുമുളക് പൊടിയൊക്കെ, പിന്നെ ഉപ്പ് ആൻഡ് കുറച്ച് കപ്പ് കേർഡും കൂടെ ആഡ് ചെയ്ത് നമ്മളിത് നല്ലോണം മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. എനിക്ക് വലിയ പണിയാണ് വന്നേക്കണേ. ലൈക്ക് സവാള അരിയ, ഉള്ളി അരിയ, ബിഗ് ടാസ്ക്. ഞങ്ങളുടെ വീട്ടിൽ വെളുത്തുള്ളി ഇഞ്ചിയും യൂഷ്വലി നേരത്തെ നമ്മൾ നന്നാക്കി ഒരു ബൾക്ക് എമൗണ്ട് വാങ്ങി നന്നാക്കി വയ്ക്കും, എന്നിട്ട് ഫ്രീസറിലേക്ക് ഡയറക്റ്റ്ലി എടുത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലും പേർപ്പസിന് നമുക്ക് ആ സമയത്തിരുന്ന് നന്നാക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ചിക്കൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടു, പിന്നെ അതിലേക്ക് നമ്മൾ കുരുമുളകും പിന്നെ ലേശം പെരുംജീരകം ഇട്ടു കേട്ടോ. കറിക്ക് വേണ്ടിയുള്ള അരപ്പ് റെഡിയാണ്. ഇൻഗ്രീഡിയൻസ് എല്ലാം അടുത്തടുത്ത് അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പും കൂടെ സെറ്റായി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഡിന്നറിന് വേണ്ടിയുള്ള ഡിഷാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. ആൻഡ് അതുമാത്രമല്ല, ഇന്ന് സർപ്രൈസിംഗ്ലി ഇറ്റ്സ് എ ഗുഡ് വെതർ. ഭയങ്കര പ്ലസൻറ്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ്. നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്, മഴയ്ക്കുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഞങ്ങളിവിടെ ഇത് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മുമ്മയും അമ്മാവനും കൂടെ നമ്മൾ കൊപ്ര ആട്ടാൻ വേണ്ടി കൊടുക്കണതിന് മുമ്പേ അരിയണമല്ലോ, അപ്പോൾ ആ പണിയിലായിരുന്നു. ഫൈനലി ഇതേ നമ്മുടെ അടുപ്പ് റെഡി ആയിട്ടുണ്ട്, ഉരുളിയൊക്കെ ചൂടായി. അപ്പം ഇതേ അമ്മ എണ്ണയൊക്കെ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം ആൻഡ് കുരുമുളക് പേസ്റ്റ് ഇടാൻ പോവാണ്. അതൊന്ന് പതുക്കെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞങ്ങൾ അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പൂ ആൻഡ് കാർഡമം ഇട്ടു. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള ആൻഡ് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തു. അപ്പോൾ അതിനിടയ്ക്ക് ഫ്ലെയിം ഒന്ന് കട്ടായി പോയായിരുന്നു, അടുപ്പൊന്ന് കെട്ടുപോയായിരുന്നു. പിന്നെ അത് അമ്മ റെഡിയാക്കി എടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പിലയും മുളകൊക്കെ ആഡ് ചെയ്തു കേട്ടോ. അതിനുശേഷം ഞാനൊന്ന് ചെറുതായിട്ട് നട്ടം തിരിഞ്ഞു പോയി, ബിക്കോസ് ഭയങ്കര പുക വന്നു. ആ പുക അടിച്ച് കണ്ണൊക്കെ വല്ലാതെ ആയി, ലിറ്ററലി കണ്ണിന്നൊക്കെ വെള്ളം വരുമായിരുന്നു. അച്ഛൻ എൻ്റെ ഐഡിയ പോയി. ഇടയ്ക്ക് നമ്മൾ മടുത്ത് പോയെങ്കിലും ക്ലൈമറ്റ് ഫേവറബിൾ ആയതുകൊണ്ട് നമ്മൾ പിടിച്ചു നിന്നു എന്നാ പറയാം. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ നേരത്തെ വെച്ച ചിക്കൻ എടുത്തിട്ട് അത് ആഡ് ചെയ്യാം കേട്ടോ.
ലേശം മായം ചേർക്കാൻ പോവാണ്, കുറച്ച് പൊട്ടറ്റോ ഇടാൻ പോവാണ്. ബിക്കോസ് അമ്മൂമ്മയ്ക്ക് പൊട്ടറ്റോസ് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറിയിൽ. സോ ദിസ് ഇസ് ഫോർ അമ്മു. എനിക്കൊരു ഭാരിച്ച പണി വന്നുണ്ട്, കാണിച്ചതാട്ടോ. ഈ അടപ്പെടുത്ത് അടച്ചു വെക്കുക, അടയ്ക്കാട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആവുമല്ലോ എന്നാണ് എൻ്റെ വിശ്വാസം. അത് അടച്ചതാ ഞാൻ ഓർക്കണുള്ളൂ. പിന്നെ ഫുൾ പുകയായിരുന്നു. പിന്നെ ഞാൻ അമ്മേനെ വിളിച്ച് അതൊക്കെ റെഡിയാക്കി. അമ്മ കനലൊക്കെ സെറ്റ് ചെയ്തു, ഫ്ലെയിമൊക്കെ വീണ്ടും വന്ന് ഒരു റൗണ്ട് കരച്ചിൽ അങ്ങനെ വീണ്ടും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഇതിനകത്തുള്ള പൊട്ടറ്റോയും ചിക്കനും വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു സ്നാക്സ് ബ്രേക്ക് ആവാം, എല്ലാവർക്കും ക്ഷീണമായി. അപ്പോൾ അമ്മാവൻ ബജ്ജി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ബജ്ജിയൊക്കെ കഴിച്ച് അതാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ സ്നാക്സ് ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ച് അടുപ്പിൻ്റെ അവിടേക്ക് പോയപ്പോൾ ഒരാൾ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അതെൻ്റെ പൂച്ചയാണ് കുപ്പി. ഞങ്ങളെല്ലാവരും ബ്രേക്ക് എടുത്തപ്പോലും കുപ്പി ബ്രേക്ക് എടുക്കാണ്ട് അവിടെ ഇരുന്ന് മണമൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളിത് ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയി. ഇതേ അമ്മ ടേസ്റ്റ് ചെയ്യുന്നു. ഷീ ഗേവ് ആൻ അപ്രൂവൽ. അപ്പോൾ സെറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഫൈനൽ ടച്ചസ് ആയിട്ട് കുറച്ച് കരിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് ഒന്ന് ടോപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടുപ്പിൽ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഇത്രയും ടാസ്കും ചൂടും പണിയൊക്കെ ആയിരുന്നെങ്കിലും അത് കഴിക്കുമ്പോൾ കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും പറയണ്ട. പിന്നെ ഗ്യാസിൽ വെക്കുന്ന പോലെയല്ല അടുപ്പിൽ വയ്ക്കുമ്പോൾ രുചി ഒരു 10 times കൂടുതലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഐ വിൽ ഡെഫിനറ്റ്ലി ഡൂ ദിസ് മോർ ഓഫൻ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളെപ്പോഴും ഗ്യാസിലാണ് കുക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അടുപ്പത്ത് ഒരു ചിക്കൻ കറിയൊക്കെ വെച്ച് നോക്കട്ടോ. ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പം അത്രേ ഉള്ളൂ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ വ്ളോഗ്. അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. ബൈ.